Hi guys, so in this video we are going to discuss about the contributions of Edward Spencer to English language. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വില്യം ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻസ് പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഗ്രാമർലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെമാൻറ്റിക് ആയിട്ടുള്ളതും വേർഡ് കോൺട്രിബ്യൂഷൻസ് ആയിട്ടുള്ളതും നറേറ്റീവ്സ് ആയിട്ടുള്ളതും ഇഡിയംസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഡ്മണ്ട് സ്പെൻസർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. So let us move into it. Spencer devoted his first considerable poem, The Shepherd's Calendar, to linguistic experiment in great part. So സ്പെൻസർ മൂപ്പരുടെ കരിയർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തുടങ്ങുന്നത് തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള മൂപ്പരുടെ വർക്കായിട്ടുള്ള പോയമായിട്ടുള്ള ദ ഷെപ്പേർഡ് കലണ്ടർ എന്ന് പറയുന്ന വർക്കിലൂടെയാണ്. അതെന്തായിരുന്നു, ഒരു എക്സ്പെരിമെൻ്റ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആയിരുന്നു. അതായത് ലാംഗ്വേജിൻ്റെ അതുവരെയുള്ള നോംസ് ഒക്കെ മാറ്റി പുതിയ തരത്തിലുള്ള നോംസ് ഒക്കെ കൊണ്ടുവന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റൈലൻ പോയായിരുന്നു എന്ത് നമ്മളുടെ ദ ഷെപ്പേർഡ്സ് പോയം എന്ന് പറയുന്നത്. ഹി വാസ് എ കീൻ ബട്ട് റൊമാൻറ്റിക് സ്റ്റുഡൻറ് ഓഫ് ചോസർ. He was a great student of the pioneer writer Geoffrey Chaucer, who is regarded as the father of English literature. നമുക്കറിയാം എന്ത് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നതിൻ്റെ ഗ്രേറ്റ് ഓതർ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് പോയട്രിയുടെ ഒക്കെ ഫാദർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരാളാണ് ജെഫ്രെ ചോസർ. ജെഫ്രെ ചോസറിൻ്റെ കണ്ടംപററിയും അല്ലെങ്കിൽ എന്തായിരുന്നു സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്ന ഗ്രേറ്റ് പോയറ്റ്. For finding the appropriate language for his fairy queen, he tried out various kinds of archaism in style, accents and vocabulary. സോ നമ്മൾ ഷെപ്പേർഡ്സ് കലണ്ടർ തൊട്ടിട്ട് തന്നെ വെറൈറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫെയറി ക്യൂനും കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൽ ലാംഗ്വേജിൻ്റെ സ്റ്റൈലിലും ആസിഡൻസിലും വൊക്കാബുലറിയിലും ഒക്കെ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ വേർഡ്സും ഒക്കെ നമ്മളുടെ എഡ്മണ്ട് സ്പെൻസർ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഹി ഓൾസോ എക്സ്പെരിമെൻറ്റഡ് വിത്ത് ഡയലക്ട് വേർഡ്സ് ഫൗണ്ട് ഇൻ ഏർലിയർ ഓതേഴ്സ്, വിത്ത് റസ്റ്റിക് പ്രൊവിൻഷ്യൽ ടേംസ് ഹേർഡ് അമംഗ് ദ കണ്ടംപററീസ് ആൻഡ് ഈവൻ കോയിനൽ ആൻഡ് ഒക്കേഷണൽ വേർഡ്. അപ്പോൾ മൂപ്പരുടെ വർക്കിൽ എന്താണ് ഡയലക്റ്റുകൾ, റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജിനെ നമ്മൾ എന്ത് പറയുന്നത് ഡയലക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിന് മുന്നേ ഉള്ള റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള അവരുടെ ഡയലക്റ്റിൽ എഴുതിയിട്ടുള്ള വേർഡ്സിനെയും അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ റസ്റ്റിക് ടേംസ്, അതായത് റൂറലി നിലനിൽക്കുന്ന നമ്മളെ ഗ്രാമങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ചില വേർഡ്സ് ഉണ്ടാവും, അത്തരത്തിലുള്ള വേർഡ്സും അതേപോലെ തന്നെ എന്താണ് ആൻഡ് ഈവൻ കോയിൻ്റെ ഒക്കേഷണൽ വേർഡ്, സാഹചര്യത്തിനനുസരിച്ച് അപ്പോൾ പുതിയ പുതിയ വേർഡ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട് എഡ്മണ്ട് സ്പെൻസർ തൻ്റെ റൈറ്റിങ്സിൽ കോയിൻ ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ കുറേ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് നൽകിയ ഒരു റൈറ്റർ ആയിരുന്നു നമ്മുടെ എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത്. Nothing permanent came of all this, though his pastoral had its influence on English poetry for a time. സോ പെർമനൻ്റ് ആയിട്ട് അങ്ങനെ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിലും പക്ഷേ മൂപ്പര് വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. ബട്ട് ഈസ് ഫെയറി ക്യൂൻ പ്രൊവൈഡഡ് ദ ലാംഗ്വേജ് ഓഫ് പോയട്രി വിത്ത് ഡെയറിംഗ് ഡു ആൻഡ് ഫെയറി ഇറ്റ് സെൽഫ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് പ്രോസ് ഓർഡിനറി സ്പീച്ച് വിത്ത് ബ്ലൈറ്റൻഡ്. അപ്പോൾ ഈ ഡെറിംഗ് ഡു, ഫെയറി, ബ്ലൈറ്റൻഡ് എന്നുള്ള വേർഡുകളൊക്കെ ഫെയറി ക്യൂനിലൂടെ എഡ്മണ്ട് സ്പെൻസർ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് നൽകിയിട്ടുള്ള ന്യൂ കോയിൻഡ് വേർഡ്സ് ആണ്. ഓക്കെ, though this was the only word that fully passed into the language as a whole, Spencer braggadocio is still in literary use. അതുപോലെ തന്നെ മൂപ്പര് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കോയിൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കൊണ്ടുവന്നിട്ടുള്ള ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ വേർഡായിരുന്നു ബ്രഗാഡോഷ്യോ എന്ന് പറയുന്ന വേർഡ്. അത് എന്ത് നമ്മൾ ലിറ്ററേച്ചറിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ടേമാണ്. ബട്ട് ഇൻ ദ മേക്കിംഗ് ഓഫ് റൊമാൻറ്റിക് ഇംഗ്ലീഷ് പോയട്രി ദ ഫെയറി ക്യൂൻ ഹാഡ് എ കൺസിഡറബിൾ പാർട്ട്. പക്ഷേ റൊമാൻറ്റിക് പോയട്രിയിൽ ഇംഗ്ലീഷ് പാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയറി ക്യൂൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എപ്പിക് വർക്ക് തന്നെ ആയിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. The old French word fairy, which means enchantment, first appears in Middle English in a mixture of classical and Celtic romance called Sir Ophio. സോ നമ്മൾ ആദ്യമായിട്ട് ഫെയറി ക്യൂൻ എന്നുള്ള വേർഡ് ആദ്യം അപ്പിയർ ചെയ്യുന്ന എവിടെയാണ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ഒരു ക്ലാസിക്കൽ വർക്കായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ വേർഡായിട്ടുള്ള സർ ഓഫിയോ എന്ന് പറയുന്ന ബുക്കിലാണ്. അതിലാണ് ആദ്യമായിട്ട് ഫെയറി എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പെൻസർ ടുക്ക് ഓവർ ദിസ് പ്രൈസ് ലാൻഡ് ഓഫ് ഫെയറി ഫോർ ഹിസ് ഓൺ പോയം. എന്ത് ചെയ്യുന്നതാണ് ഈ വർക്കിൽ നിന്നാണ്, ഓഫിയോ എന്നുള്ള ഈ വർക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഫെയറി എന്നുള്ള വേർഡ് എഡ്മണ്ട് സ്പെൻസർ കടമെടുക്കുന്നത്. എന്ത് ചെയ്യുന്നിട്ട് മൂപ്പരുടെ സ്വന്തം വർക്കായിട്ട് ഫെയറി ക്യൂൻ എന്ന വർക്ക് എഴുതുന്നത്. Spencer was a working critic of the language whose labors were productive in diction for succeeding poetry.
പോയട്രി എന്ന പോലെ തന്നെ ഡിക്ഷൻ എഴുതുന്നതിലും നമ്മൾ സ്പെൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ്സിന്റെ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. Among poets who made use of old words to enlarge poetical vocabulary, the most important was Spencer. നമ്മൾ പോയംസ് ഉപയോഗിച്ചിട്ട് പുതിയ വേർഡ്സ് കണ്ടുപിടിച്ചതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് നമ്മളുടെ എഡ്മണ്ട് സ്പെൻസർ തന്നെയാണ്. നമുക്ക് ഇനി മൂപ്പര് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് നോക്കാം. എന്ത് ചെയ്യുക, ഇതിലൊരു 6 എണ്ണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. സ്പെൻസറിനെ കുറിച്ചുള്ള ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളും ഫെയറി ക്യൂവിനെ കുറിച്ചിട്ടും ഷെപ്പേർഡ്സ് ഇതിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ട് ഈ കുറച്ച് വേർഡ്സ് കൂടെ എഴുതി വെച്ചാൽ എസ്സേ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കാം കുറച്ച് വേർഡ്സ് സ്പെൻസർ ഇംഗ്ലീഷിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളത്. ബെല്ലി ബോൺ, ഷിറാപ്പ്, ഡെൽവ്, കസെറ്റ്, ഡിറ്റ്, സെറസ്, സ്ക്വാൽ ആൻഡ് വിസിൽഡ്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാണ് സ്പെൻസർ ഇംഗ്ലീഷിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സം ഓഫ് ദ മേജർ വേർഡ്സ് ആണ്. Some words were simply adaptations and derivatives of old words, such as baneful, briny, changeful, dry, or hapless, autumn, sunshiny, or wolfish. ഇതൊക്കെ എന്താണ്, പണ്ട് നിലനിന്നിരുന്ന അതിനൊന്ന് പൊടി എടുത്തിട്ട് പുതിയൊരു വേർഡാക്കിയ പണ്ടുകാല റൈറ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന വേർഡ്സിനൊന്ന് പൊടി എടുത്തിട്ട് എന്ത് ചെയ്യണം, പുതിയ രൂപത്തിലേക്ക് മാറ്റണം. അത്തരത്തിലുള്ള വേർഡ്സ് ആയിരുന്നു ബെയിൻഫുൾ, ബ്രൈനി, ചേഞ്ച്ഫുൾ, ഡ്രയോ, ഹാപ്ലൻ, ഓട്ടൻ, സൺഷൈനി എന്ന് പറയുന്ന വേർഡ്ഫിഷ് എന്ന് പറയുന്ന വേർഡ്സ്. സർ ഫിലിപ്പ് സിഡ്നി ക്രിട്ടിസൈസസ് സ്പെൻസർ ഫോർ ദ ഫ്രെയിമിംഗ് ഓഫ് ഹിസ് സ്റ്റൈൽ ടു ആൻ ഓൾഡ് റസ്റ്റിക് ലാംഗ്വേജ്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗ്രാമീണ ലാംഗ്വേജിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഫിലിപ്പ് സിഡ്നി ഒരു വട്ടം നമ്മളുടെ സ്പെൻസറിനെ കളിയാക്കി അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്നും മൂപ്പര് വകവെച്ചിട്ടില്ല. ബെൻ ജോൺസൺ വെൻ സോ ഫാർ ആസ് ടു സേ ദാറ്റ് സ്പെൻസർ ഇൻ എഫക്റ്റിംഗ് ദ ആൻഷ്യൻ സ്പിരിറ്റ് നോ ലാംഗ്വേജ്. അപ്പോൾ സ്പെൻസറും എന്ത് ചെയ്തിട്ടുണ്ട്, ബെൻ ജോൺസൺ എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടാ, സ്പെൻസർ ഏറ്റവും കൂടുതൽ പഴയ ലാംഗ്വേജുകളെ പൊടി തട്ടിയാണ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഇംഗ്ലീഷിലേക്ക് വേറെ കോൺട്രിബ്യൂഷൻ ഒന്നും നൽകിയിട്ടില്ല. വേറെ ആരും എഴുതിയ ലാംഗ്വേജ് തന്നെ ഒന്ന് പൊടി തട്ടി പുതിയ രൂപത്തിലാക്കി പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന് പറയാറില്ല, അതുപോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്പെൻസർ ചെയ്തിട്ടുള്ളത് എന്നാണ് ബെൻ ജോൺസൺ ക്രിട്ടിസൈസ് ചെയ്തത്. ബട്ട് ദ പോയിന്റ് ഓൾസോ ഹാഡ് ഹിസ് ഡിഫൻഡേഴ്സ്. ദേ പോയിന്റ് ഔട്ട് അറ്റ് ദ ഫാക്ട് ദാറ്റ് ദ സെയിം മെത്തേഡ് ഓഫ് എൻറിച്ചിങ് ദി ലാംഗ്വേജ് വാസ് ബീങ് യൂസ്ഡ് ഇൻ ഫ്രാൻസ്. അപ്പോൾ മൂപ്പരുടെ സപ്പോർട്ടേഴ്സ് അല്ല, നമ്മളുടെ സ്പെൻസറിന്റെ സപ്പോർട്ടേഴ്സ് ആയി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും ചെയ്യുന്നൊരു വർക്കാണ്. ഈവൻ ഫ്രഞ്ച് ലാംഗ്വേജിൽ പോലും നമുക്കിത് കാണാം. പണ്ടത്തെ വേർഡ്സ് പൊടി തട്ടിയിട്ട് പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്നത് പുത്തരിയൊന്നുമല്ല, അത് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, സ്പെൻസറിനെ കളിയാക്കുന്നതിലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിലോ ഒന്നും കാര്യമില്ല എന്നാണ് മൂപ്പരുടെ കണ്ടംപററീസ് അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ് മൂപ്പരെ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞത്. The words English occurred in this way are not so numerous as though obtained from outside, but to Spencer and others who shared his view, we owe a great number of words. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്പെൻസർ എന്ന് പറയുന്നത്, മൂപ്പരെ വാല്യൂ ചെയ്യുന്നവർക്ക് സ്പെൻസർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വളരെയധികം വേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. ഇനി കുറച്ചധികം വേർഡ്സ് കൂടെ നമുക്ക് നോക്കാം. ബെൽറ്റ്, ബേബി, ക്രാഗി, ടാപ്പർ, ഫോർത്ത് നൈറ്റ്, ഗ്ലെൻ, ഗ്ലീ, ഗ്ലാൻ, സേർലി, ബ്ലാൻഡിഷ്മെന്റ്സ്, ബർത്ത് റൈറ്റ്, ചേഞ്ചലിംഗ്, എൽഫിൻ, എൻറ്റിയർ, ഡിസോപ്പ്, ഡോൺ, എൻഷയർ, drizzling, fleecy, grovel, goatee, gloomy, merriment, rancorous, shady, verdant, wakeful, wary, and witless. These are the some of other words which is coined by Edmund Spenser and later gave to English language. Okay. In his writings of Spenser and Shakespeare and their contemporaries generally, we are aware of the existence of a standard literary language free form from the variations of local dialect. They wrote a common English without dialect idiosyncrasies. ഒരു ഡയലക്റ്റ് ഉപയോഗിക്കാതെ ഒരു കോമൺ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടായിരുന്നു അവർ ഷേക്സ്പിയർ ആയാലും സ്പെൻസർ ആയാലും അവരുടെ റൈറ്റിംഗ്സ് ഒക്കെ നടത്തിയത്. അതായിരുന്നു ഷേക്സ്പിയറിന്റെയും സ്പെൻസറിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പരെ എതിർക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, ബെൻ ജോൺസനെ പോലെയുള്ള ആളുകളൊക്കെ മൂപ്പരെ എതിർത്തിട്ടുണ്ട്. മൂപ്പര് പഴയ വേർഡ്സ് കോപ്പി അടിച്ചിട്ട് പുതിയതാക്കി എടുക്കുകയാണ്. പക്ഷെ മൂപ്പര് സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹു കോൺട്രിബ്യൂട്ടഡ് മെനി ന്യൂ വേർഡ്സ് ടു ദ history of English language. So that's all about Edmund Spenser. Thank you.